ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ രക്ഷിതാക്കളെ, ILM ഹോം സ്കൂളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു 5 മിനിറ്റ് വീതമുള്ള വോയിസ് നോട്ടുകൾ എല്ലാ ആഴ്ചയിലും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വോയിസ് നോട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, 1, 2, 3 തവണ ഈ വോയിസ് കേൾക്കുകയും ഇതിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഒരാഴ്ച ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ വരുന്ന ഈ വോയിസ് കേട്ട് ഒരാഴ്ച നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ നമ്മുടെ പാരൻറ്റിങ് ഇപ്പോഴുള്ളതിനേക്കാൾ നിറം നൽകുന്നതും ഫലപ്രദമായതും ആയി മാറും എന്നത് സംശയമില്ല. ആദ്യത്തെ 1-2 വോയിസ് നോട്ടുകളിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിലും നമ്മുടെ മനോഭാവത്തെ മാറ്റുക എന്നത് ഈ ലോകത്ത് മനുഷ്യൻ അധ്വാനിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അധ്വാനം ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തെ ജീവിതത്തിലെടുത്തു വെച്ച് കൽപ്പിച്ചുകൂട്ടി ബോധപൂർവം നമ്മുടെ മനോഭാവത്തെ മാറ്റുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വിലയിരുത്തുകയും നമ്മൾ ശരിയായ മനോഭാവത്തിൽ അല്ല എന്ന് വിചാരിച്ച് ശരിയായ മനോഭാവത്തിലേക്ക് മാറണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ശരിയായ മനോഭാവത്തിലേക്ക് നമുക്ക് മാറ്റം സാധ്യമാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ച എന്നത് വീടിൻ്റെയും സ്കൂൾ ഓഫ് ഖുർആനിൻ്റെയും ഒരുമിച്ചുള്ള പ്രയത്നത്തിലൂടെ മാത്രമേ പൂർണ്ണമാകൂ, അല്ലെങ്കിൽ അപൂർണമാകൂ. വീടിൻ്റെ സഹകരണവും സ്കൂൾ ഓഫ് ഖുർആൻ്റെ സെൻറ്ററിൻ്റെ സഹകരണവും രണ്ടും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കുട്ടിയെ നല്ല ഒരു ഡയമണ്ട് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുക. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമായി മാറണമെന്ന ആഗ്രഹത്തിനാണ് നമ്മൾ സ്കൂൾ ഓഫ് ഖുർആനിൽ കുട്ടികളെ ചേർക്കുന്നത്. അടിസ്ഥാനപരമായ വ്യക്തിത്വം രൂപപ്പെടുന്നത് വീട്ടിൽ നിന്നാണ് എന്നൊരു ചിന്തയിൽ അടിസ്ഥാനപരമായ വ്യക്തിത്വത്തിൻ്റെ പാഠങ്ങൾ മാതാപിതാക്കളുടെ അടുത്തു നിന്നാണ് ലഭിക്കുന്നത് എന്ന ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാതൃകയാകേണ്ടതിൻ്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടും. മാതാപിതാക്കളുടെ സ്നേഹം, പരിചരണം, പെരുമാറ്റ രീതികൾ, മൂല്യങ്ങൾ എന്നിവയെല്ലാം കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അതിന് മൂല്യമുള്ള രക്ഷിതാക്കളായി മാറി നല്ല പരിചരണം നൽകി പെരുമാറ്റ രീതികളിൽ മക്കൾക്കും മാതൃകയാകുന്ന രൂപത്തിലാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക മൂല്യങ്ങളെയും ഉത്തമമായ ശീലങ്ങളെയും ചിട്ടയോടെ പഠിപ്പിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള ഇടമാണ് സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ സെൻറ്റർ. അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ രക്ഷിതാക്കൾ പകർത്തുകയും അവർ മക്കൾക്ക് മാതൃകയായി മാറുകയും ചെയ്യണം. നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന മതപരമായ അറിവ്, ഖുർആൻ പാരായണം, നമസ്കാരത്തിൻ്റെ ചിട്ടകൾ, ഇസ്ലാമിക ചരിത്രം എന്നിവയെല്ലാം കുട്ടിയെ സ്വാധീനിക്കുകയും വിശ്വാസപരമായ അടിത്തറ അവന് ശക്തമാക്കുകയും ചെയ്യും. എന്നാൽ ഈ പഠനങ്ങൾ വെറും അറിവിലൊതുങ്ങാതെ കുട്ടിയുടെ ജീവിതത്തിൽ പ്രായോഗികമാവണമെങ്കിൽ രക്ഷിതാക്കളും അധ്യാപകരും കൈകോർത്തു നിന്ന് അവരുടെ നിർണായകമായ പങ്ക് വഹിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്കൂൾ ഓഫ് ഖുർആനിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യുകയും കുട്ടികളെ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക. അതിലേക്ക് സഹായിക്കുന്ന പാരൻറ്റിങ് ടിപ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇതിൽ നിന്ന് നല്ലൊരു മനോഭാവം ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ വലിയ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. അതിന് അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ അധ്വാനത്തെയും പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.